ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ആദ്യം തന്നെ സാധാരണയായിട്ട് ഞങ്ങൾക്ക് എപ്പോഴും ഉച്ചവരെ ക്ലാസ് ഉണ്ടാവാറ് കേട്ടോ. പക്ഷേ ഇന്ന് ഫുൾ ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി മാം വരാനായിട്ടോ. അങ്ങനെ ദേ നമ്മുടെ മാം വന്നു. ഞങ്ങൾക്ക് ഇവിടെ 2 മാമും അതുപോലെ തന്നെ 2 സാറുമാരും ഉള്ളത്. ഇവർ 4 ആളും നല്ല രീതിയിലാട്ടോ ക്ലാസ് എടുക്കുന്നതും മറ്റുമൊക്കെ അടിപൊളിയാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എന്താ പറയുക, ഒരു ഫ്രൂട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കുട്ടി. അപ്പോൾ അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തു. എന്തൊരു സാധനവും ഒരുപാട് ആൾക്കാർ കൂടി കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണല്ലേ. നല്ല ടേസ്റ്റ് തോന്നി കേട്ടോ ഒരുപാട് ആൾക്കാർ കൂടി കഴിച്ചപ്പോൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീടെത്തിയപ്പോഴാണ് ഗൈസ് ഇവിടെ ഇവരിങ്ങനെ ബബിൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത് കണ്ടത്. അപ്പോൾ അത് കുറച്ച് നേരം നോക്കി നിൽക്കാമെന്ന് കരുതി. അങ്ങനെ അതും കുറച്ച് നേരം നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല മഴയുള്ളതുകൊണ്ട് അവരവിടെ നിൽക്കുന്നത് കേട്ടോ, കളിക്കുന്നത്. അപ്പം അങ്ങനെ ഈ മഴ കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീട്ടിലൊന്ന് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ ഇതേ കുറച്ച് കരിവേപ്പില നിൽക്കുന്നു. എന്തായാലും ഞാൻ കടയിൽ നിന്നല്ലേ വാങ്ങിക്കുന്നത്, എന്തായാലും പൊട്ടിക്കാന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കരിവേപ്പില പൊട്ടിച്ചു ഗൈസ്. അപ്പോഴാണ് ഇതേ എന്നെ നോക്കിച്ചിരിക്കുന്ന വഴുതിരിങ്ങനെ കണ്ടത്. എപ്പോൾ എന്തായാലും ശരി എന്നാൽ വഴുതിരിങ്ങനെ പറിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും തോരൻ വയ്ക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇതന്നെ എനിക്ക് ഒരുപാടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് വീടെത്തി കേട്ടോ. വീടെത്തിയപ്പോഴാണ് ഗൈസ് കക്കറച്ചി കൊണ്ടുവന്നുണ്ടായിരുന്നു കേട്ടോ ഇക്ക. അപ്പം അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞു. അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യുമ്പോഴാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബർഗർ കൊണ്ടുവന്നു വൈകുന്നേരം കേട്ടോ. അൽഹാനും ഇക്കയും ബർഗർ കഴിക്കാറില്ല, ഞാനും മസാനും മാത്രമേ കഴിക്കുള്ളൂ. അപ്പം ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ബർഗറാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ചു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്.